ഇത് എൻ്റെ കിനാവല്ല നടന്നത്. ഇവരെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവരാട്ടോ. ഒരു മോൻ മാനത്ത് പോയി പേന. വാലൈക്കും സലാം. വാലൈക്കും സലാം. വാലൈക്കും സലാം. വാലൈക്കും സലാം. വാലൈക്കും സലാം. വാലൈക്കും സലാം. എന്നെ ഇഷ്ടപ്പെടുന്ന കുട്ടികളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഗ്ലോബൽ വാർമിംഗ് മൂലം കടലിൻ്റെ ലെവൽ മുകളിലേക്ക് പൊന്തി പൊന്തി വന്ന് നമ്മുടെ ഐലൻഡൊക്കെ മുങ്ങിപ്പോവുകയെ. നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം വലുതായിട്ട്. നമുക്ക് നാട് തന്നെ ഉണ്ടാകത്തില്ല. നിങ്ങൾ പ്ലാസ്റ്റിക്സ് അവിടെ ഇവിടെ എറിയരുത് കേട്ടോ. അതങ്ങ് ആരെങ്കിലും കത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങളതുമായി നടക്കുമ്പോൾ ശ്വസിച്ചാൽ ക്യാൻസർ വരും. ഞാൻ ശ്വസിച്ചാൽ എനിക്കും ക്യാൻസർ വരും. നിങ്ങളുടെ ഉമ്മ വാപ്പ ഇവരൊക്കെ നടന്നാൽ അവർക്കൊക്കെ ക്യാൻസർ വരും. നിങ്ങളുടെ കുഞ്ഞു വാവക്ക് അത് ശ്വസിച്ചാൽ ക്യാൻസർ വരും. എല്ലാവർക്കും വരും. നമ്മളെല്ലാവരും മരിച്ചു പോകും. ഇൻഷാ അള്ളാ പരിഹാരം നിങ്ങൾ കണ്ടെത്താൻ പറ്റും. നിങ്ങൾ വലുതായാൽ അതിനുള്ള എല്ലാ പരിഹാരവും നിങ്ങൾ കണ്ടെത്തും. കടൽ പൊന്തി പൊന്തി നമ്മുടെ ഐലൻഡ് മുങ്ങാൻ പോകുന്നു. അത് മാത്രമല്ല നമ്മുടെ നാട്ടിലെ മണ്ണ് ഒലിച്ചൊലിച്ച് നമ്മുടെ നാട് തന്നെ ഇല്ലാതാകാൻ പോകുന്നുണ്ട്. നിങ്ങൾ നോക്കിയോ, ബീച്ചൊക്കെ പോയി നോക്ക്, എത്ര കരകളാണ് പോയിട്ടുള്ളതെന്ന്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. ഓക്കെ, നമ്മുടെ ലക്ഷദ്വീപിലേക്ക് പുറത്തു നിന്നല്ലേ പച്ചക്കറികൾ വരുന്നത്. അതെങ്ങനെ ഉണ്ടാക്കിയെന്നറിയോ? കണ്ട കെമിക്കൽസൊക്കെ ഉപയോഗിച്ചിട്ട്, കീടനാശിനികളൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയതായിരിക്കും. പിന്നെ അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചത്തു പോകത്തില്ലയോ? ഞാനുണ്ടാകത്തില്ല അവിടെ, നിങ്ങളുണ്ടാകത്തില്ല, എല്ലാവരും പോവും, നമ്മുടെ കുഞ്ഞു പാവയും പോവും. അപ്പോഴേ നല്ല നല്ല പച്ചക്കറികൾ നമ്മൾ നാട്ടിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റണം. നിങ്ങൾക്ക് പറ്റും ഇൻഷാ അള്ളാ. നല്ല നല്ല ഫ്രൂട്ട്സ് വേണം കേട്ടോ. നിങ്ങൾ വലിയ സയൻറ്റിസ്റ്റുമാരാണ്, മാഷാ അള്ളാ, നിങ്ങളുടെ മുഖത്ത് എഴുതിയിട്ടുണ്ട്. ഇവരുടെ ആഗ്രഹമാണ് കേട്ടോ എൻ്റെ കൂടെ വീഡിയോ എടുക്കുക എന്നുള്ളത്. ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ഈ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം, മറക്കല്ലേ. നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റൽ ഇല്ലെന്നല്ല, നിങ്ങളൊക്കെ വലിയ ഡോക്ടേഴ്സൊക്കെ ആയിട്ട് നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എല്ലാവർക്കും ഫ്രീ ട്രീറ്റ്മെൻറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലായിരിക്കണം കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഫോട്ടോസ്, ഇതൊക്കെയാണ് വീഡിയോസ്. നിങ്ങൾ പറഞ്ഞ പോലെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹലോ, ലക്ഷദ്വീപിലേക്ക് വരികയാണെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്ത് എൻ്റെ നമ്പറാണ്, എന്നെ വിളിക്കുക. ഏറ്റവും കുറഞ്ഞ ഫെയറിൽ ഞാൻ നിങ്ങളെ കൊണ്ടുവരാം.